എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമുക്ക് എന്നും തിരക്കുള്ള ദിവസമാണ് ട്ടാ. ഇന്ന് നമുക്ക് സൺഡേ ആണ്. അപ്പൊ നമുക്കിന്ന് വീട്ടിൽ പോണം. അമ്മേടെ അച്ഛൻ്റെ അടുത്തും പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പൊ എന്തായാലും ഇന്ന് പോണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യാത്തതാണ്. അപ്പൊ നമ്മൾ പോയി സഹായിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ കുറച്ച് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പാറക്കുട്ടീനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ ഇത്തിരി നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പൊ പാറക്കുട്ടിക്ക് മുട്ടയൊക്കെ വാട്ടി കൊടുത്ത് കുറച്ച് മഞ്ഞളൊക്കെ അരച്ച് തേക്കാനായിട്ട് ദേ മിക്സിയുടെ ജാറിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ട്ടാ. മഞ്ഞളാന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഈ കപ്പ നുറുക്കുന്ന പോലെ ഇങ്ങനെ അരിഞ്ഞിടണേന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ. വലിയ കട മഞ്ഞളാണ് ട്ടോ അത്. അത് കസ്തൂരി മഞ്ഞളിന്റെ കടയാണ് ട്ടാ. അപ്പൊ അത് നമ്മള് അരച്ചെടുക്കാനായിട്ട് എളുപ്പത്തിന് നമ്മളത് കൊത്തി നുറുക്കി ഇട്ട് കൊടുക്കണം. അപ്പൊ വേഗം അരഞ്ഞ് കിട്ടും. അതിന്റെ കൂടെ കുറച്ച് നാൽപ്പാമരാതി എണ്ണയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കണത് ട്ടോ. വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കണത്. അതൊക്കെ തേച്ച് കൊടുത്തതേ നമ്മൾ അടുക്കളയിൽ പാറക്കുട്ടിക്കുള്ള ദോശ ചുടുകയാണ് ട്ടാ. പാറക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവൾക്കുള്ള ദോശയും പാലും കൂടെ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഉച്ചത്തേക്ക് കഴിക്കാറാകുമ്പോഴത്തേക്കും വന്നാൽ മതി. പിന്നെ അതിന്റെ ഇടയിലൊക്കെ അവൾക്കുള്ള പഴവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതേ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടണം. വരുമ്പോ ചിലപ്പോൾ അടിക്കാൻ നേരം കിട്ടില്ല. അപ്പൊ കുറച്ച് ഇലകളേ ഉള്ളൂ ട്ടോ ഇന്ന്. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടു. അപ്പത്തേക്കും ഏട്ടനോട് ഞാൻ കുറച്ച് പച്ചപ്പട്ട വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അത് ഏട്ടൻ അത് വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് മെടഞ്ഞിടണം. അപ്പൊ അത് അമ്മ മെടയാന്ന് പറഞ്ഞിട്ടുണ്ട് ട്ടാ. അപ്പൊ നമ്മള് മിറ്റടിക്കലൊക്കെ കഴിഞ്ഞ് അകവും പെരയൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചിട്ടിട്ട് വേണം നമുക്ക് പോവാനായിട്ട് ട്ടാ. അടിയും വാരലും തുടയും അലക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചെടി നനച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. അപ്പൊ നമ്മുടെ ഇറയത്തൊക്കെ വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് നനച്ചാൽ മതി. ഡെയിലി ഒന്നും ഇറയത്തുള്ള ചെടികൾ നനച്ചു കൊടുക്കണ്ട. അപ്പൊ അതൊക്കെ നനയ്ക്കല് കഴിഞ്ഞു. അങ്ങനെ ദേ ഞങ്ങള് പോവാണ് ട്ടാ. നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ ചോദിക്കാൻ തുടങ്ങിട്ടോ, അമ്മ എവിടെ പോയി, അമ്മേനെ കാണാനില്ലല്ലോ, നമ്മുടെ പഴയ വീഡിയോ പഴയ രീതിയിലേക്ക് വരണം എന്നൊക്കെ പറയുന്ന ചിലരുണ്ട്. ചിലര് പറയുന്നുണ്ട് പുതിയ വീഡിയോ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഇടണം എന്നും പറയുന്നവരുണ്ട് ട്ടാ. എന്തായാലും നമ്മുടെ പഴയ രീതിയിലേക്ക് നമ്മളുടെ വീഡിയോ വരുന്നതായിരിക്കും. നമുക്കിപ്പോ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ള കാരണമാണ്. അപ്പൊ ദേ നമ്മൾ അമ്മേനെ കാണാൻ എത്തിയിട്ടുണ്ട്. അമ്മേടെ അടുത്ത് എത്തി. കുറെ ദിവസമായിട്ട് അമ്മേനെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേ കണ്ടോട്ടോ. അപ്പൊ നമ്മൾ വീടെത്തി. നമ്മുടെ ജോലി ഇതേ തുടങ്ങിട്ടോ. നമ്മുടെ വീഡിയോയിൽ കുറച്ച് പേർക്കുള്ള ഒരു സംശയമാണ് നമ്മളുടെ മാരേജ് അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നിട്ടാ. ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആണ് ട്ടാ. പക്ഷെ ഇത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. അമ്മ കൊന്ത ഞാനാണെങ്കിൽ സിന്ദൂരം തൊടുന്നുണ്ട്. ഞങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണ് ട്ടാ. പക്ഷെ ഞങ്ങൾക്ക് എല്ലാ ദൈവത്തിലും വിശ്വാസമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ട്ടാ. അപ്പൊ ഇന്ന് ഞായറാഴ്ച കൊണ്ട് നല്ല തിരക്കാണ്. അപ്പൊ ഇനി അങ്ങോട്ട് ചിലപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ നമ്മളുടെ ഇന്നത്തെ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ ട്ടോ.